മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ PV അൻവറിന് 17,000 വോട്ട് കിട്ടുമെന്ന് പ്രചാരണ രംഗം വെറുതെ നോക്കിയിരുന്നാൽ ഒരാൾക്കും മനസ്സിലാവില്ലായിരുന്നു. പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഇന്നും നോക്കൂ, വീട്ടിലിരുന്ന് കൗണ്ടിങ് കാണുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ നമ്മളൊക്കെ അവിടെ പോയതാണ്. എവിടെയെങ്കിലും PV അൻവർ കിടന്ന് ഒരു റോഡ് ഷോ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെതായ, കൊട്ടിക്കലാശം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ 17,000-നും 20,000-നും ഇടയിൽ വോട്ട് PV അൻവറിന് അവിടെ ഉണ്ട്. അത് കുറേയൊക്കെ അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 16,000 ആളുകളുമായി തന്ന് UDF-ന്റെ വാതിൽ തള്ളി തുറക്കും അൻവർ, അങ്ങനെയാണോ? എന്തുകൊണ്ടായിക്കൂടാ? 16,000 ഇനി മുന്നോട്ട് 16,965 18-19 എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ PV അൻവർ വേണമോ എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകമായി VD സതീശൻ മാറുന്നുണ്ട്. VD സതീശന്റെ വാക്കിന് ചെറിയ വിലയല്ല ഇനി അങ്ങോട്ട്. അല്ല, VD സതീശന്റെ വാക്കിനും ചെറിയ വിലയല്ല, അൻവറിന്റെ വാക്കിനും. നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അൻവർ ആ ഒരു നിലപാട്, അതായത് VD സതീശൻ നയിക്കുന്ന UDF-ൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വളരെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അമരമ്പലത്ത് 17 റൗണ്ടിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. 270 വോട്ടിന്റെ ലീഡുണ്ട് ഷൗക്കത്തിന്. 17 റൗണ്ട്, ഇനി 18-19 റൗണ്ടുകളാണ്. അതാ മൊത്തം അല്ല, ഇനി അമരമ്പലം പഞ്ചായത്താണ് പൂർണ്ണമായിട്ടും ഇനിയുള്ളത്. ഇനി അവസാനിക്കാൻ പോവുകയാണ്. നിലവിൽ പോകുന്നത് കരുളായിയാണ്. യെസ്, അവസാനിക്കാൻ പോവുകയാണ്. അല്ല, അതിലും ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അസ്ലമിലേക്ക് ഒന്ന് പോകണം. അസ്ലം ഉണ്ടോ? അസ്ലം, ഇനി ഈ അമരമ്പലത്തിന് എത്ര ലീഡ് കുറയ്ക്കാൻ കഴിയും ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ? 25 ബൂത്തുകളേ ഉള്ളൂ. 25 ബൂത്തുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി കുറയ്ക്കാൻ കഴിയുന്നതിന്റെ സാധ്യത പരമാവധിയിൽ എന്ന് വെച്ചാൽ 18-ാം റൗണ്ടിൽ ഇനി സാജിദ അജ്മലുണ്ട്. സാജിദ ഇനി 25 ബൂത്തുകൾ എണ്ണാനുണ്ട്. അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു, 18-19 റൗണ്ടിലേക്ക് കടക്കുന്നു. ഇനി എത്ര കുറയും? ഇൻ കേസ് വോട്ട് കുറഞ്ഞാൽ ഇനി എത്ര കുറയും?